ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ഹേമന്ത് സോറൻ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങ്. കള്ളപ്പണക്കേസിൽ ജാമ്യം കിട്ടിയതോടെയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്തുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ മൂന്നാം തവണ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വൈകിട്ട് 5 മണിക്ക് രാജ്ഭവനിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്ന് രാവിലെയാണ് ഹേമന്ത് സോറൻ മറ്റ് നേതാക്കളോടൊപ്പം രാജ്ഭവനിലെത്തി തന്നെ പിന്തുണച്ചുകൊണ്ടുള്ള മറ്റ് അംഗങ്ങളുടെ കത്ത് നൽകിയത്. ഗവർണർ CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയ ആദ്യഘട്ടത്തിൽ ഈ വരുന്ന ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു തീരുമാനമെങ്കിലും മുന്നണിയുടെ ഒരു മുഴുവൻ തീരുമാനം എന്നുള്ള നിലയിലാണ് ഇന്ന് തന്നെ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തിയിരിക്കുന്നത്. ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അതിവേഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഘുവായ ഒരു ചടങ്ങ് മാത്രമായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങായി ഉണ്ടാവുക എന്നാണ് JMM വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ മാസം 28-നാണ് കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്ന ഹേമന്ത് സോറന് 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. തുടർന്ന് തൊട്ടു പിന്നാലെ ഇന്നലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം, ആ യോഗത്തിൽ വെച്ച് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ എന്ന അജണ്ടയിലാണ് യോഗം ചേർന്നത് എങ്കിലും ആ യോഗത്തിൽ ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയായി നയിക്കുകയാണെങ്കിൽ അത് സഖ്യത്തിനാകെ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തിരിച്ചെത്താൻ തീരുമാനിക്കുകയായിരുന്നു. ചമ്പൈ സോറൻ ഇന്നലെ വൈകിട്ട് തന്നെ രാജി സമർപ്പിച്ചിരുന്നു. ഹേമന്ത് സോറൻ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ ചമ്പൈ സോറൻ ഒഴിഞ്ഞേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികളെല്ലാം റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് ചമ്പൈ സോറൻ രാജിവെച്ച് ഇന്ന് രാവിലെ ഹേമന്ത് സോറൻ ഗവർണറെ കണ്ട് തന്റെ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. ചമ്പൈ സോറൻ ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപന സമിതി അധ്യക്ഷനായ എന്ന പദവി അദ്ദേഹത്തിന് നൽകിയേക്കുമെന്നാണ് സൂചന. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങൾക്ക് മുന്നണി ഇനിയുള്ള സമയം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് ഇന്ത്യ സഖ്യം